ബാക്ക് ടു ഉത്രാട സ്പെഷ്യൽ. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. ഇന്ന് രാവിലെ മുതൽ തൃക്കാക്കരയിൽ നിന്നുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രം. വാമനനും മഹാബലിയും ഒരുപോലെ ആരാധനാമൂർത്തികളായ ക്ഷേത്രമാണിത്. വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട് തൃക്കാക്കരയ്ക്ക്. സംസ്ഥാനത്ത് ഓണാഘോഷത്തിന്റെയൊക്കെ ഒരു കേന്ദ്ര സ്ഥാനമാണ്. അവിടുത്തെ ഉത്രാട ദിനാഘോഷങ്ങളുടെ സമഗ്ര ചിത്രം നമുക്കൊന്ന് കാണാം. അല്ലമീൻ തോട്ടുമുക്ക ഇന്ന് രാവിലെ മുതൽ അവിടെയായിരുന്നു. അവിടെ അല്ലമീൻ കണ്ടത് എന്തൊക്കെയാണ്, ഉണ്ട സദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. തൃക്കാക്കരയെ കുറിച്ച് പറയാതെ, തൃക്കാക്കര ക്ഷേത്രത്തെക്കുറിച്ച് പറയാതെ ഓണാഘോഷമില്ല, ഓണച്ചർച്ചകളില്ല, ഓണത്തെക്കുറിച്ചുള്ള ഒരു സംസാരവുമില്ല. അത്രമേൽ പ്രാധാന്യമുണ്ട് ഓണവും തൃക്കാക്കര ക്ഷേത്രവും ആയി ബന്ധപ്പെട്ട്. വിശ്വാസികളൊക്കെ രാവിലെ ഇവിടെ എത്തി ക്ഷേത്രത്തിലെത്തി വണങ്ങി ദർശനം നടത്തി കാണിക്കയൊക്കെ സമർപ്പിച്ചിട്ടാണ് ഓണാഘോഷ നിറവിലേക്ക് കടക്കുന്നത്. വാമനമൂർത്തിയെയും അതുപോലെ മഹാദേവനെയും ഒരുപോലെ ആരാധിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. ഓണക്കാലത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന ഒരേ ഒരു ഇടം കൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം. അതുകൊണ്ട് ഓണക്കാലത്ത് പൂർണ്ണമായും നിറവിലാണ് ക്ഷേത്രവും പരിസരവും. രാവിലെ മുതൽ തന്നെ വിശ്വാസികളൊക്കെ എത്തി മൂർത്തിമാരെ വണങ്ങിയതിനു ശേഷമാണ് ഓണാഘോഷ നിറവിലേക്ക് കടക്കുന്നത്. അത്തം മുതൽ തിരുവോണം വരെ പൂർണ്ണമായും സമൂഹ സദ്യ ഉൾപ്പെടെ ആനയൂട്ട് ഉൾപ്പെടെയുള്ള പരിപാടികളും സജീവമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നും അതിനൊരു കുറവും ഉണ്ടായിട്ടില്ല. അതിന്റെ നിറവിൽ കൂടി തന്നെയാണ് മലയാളികൾ ഓണാഘോഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉത്രാട ദിനത്തിൽ. മഹാക്ഷേത്രമായ തൃക്കാക്കരയിൽ വാമനക്ഷേത്രവും ശിവക്ഷേത്രവും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ അല്പം പഴക്കം കൂടുതൽ ശിവക്ഷേത്രത്തിനാണ്. മഹാബലി ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. താൻ പാതാളത്തിലേക്ക് ചവിട്ടത്താഴ്ത്തിയ മഹാബലിയെ വാമനൻ ഭൂമിയിലേക്ക് സ്വീകരിക്കുന്ന ഇടം കൂടിയാണിത്. തിരുവോണ നാളിലാണ് ക്ഷേത്രത്തിൽ ഏറെ പ്രത്യേകതകളുള്ള ഈ ചടങ്ങ് നടക്കുന്നത്. അത്തം മുതൽ തന്നെ ക്ഷേത്രത്തിൽ ഉത്സവാന്തരീക്ഷമാണ്. അത്തം മുതൽ തിരുവോണം വരെ 9 ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീബലി ഉണ്ടാകും. സമൂഹ സദ്യയ്ക്കായി ദിവസവും ക്ഷേത്രത്തിലെത്തുന്നത് ആയിരങ്ങളാണ്. ഉത്രാട ദിന സദ്യയ്ക്ക് 10,000ങ്ങളാണ് ഇന്ന് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയത്. സന്തോഷം. വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഇന്ന് സഫലമായി. ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരുവാണോ? ആദ്യമായിട്ട് വരുന്നു. നിങ്ങളുടെ സദ്യക്ക് എങ്ങനെ? വളരെ സൂപ്പർ, ഉഷാറാണ്. ഇവിടെയാ അത്തം മുതല് ആണല്ലേ? സദ്യ കഴിക്കാൻ വന്നാണോ? എല്ലാ തവണ ഇവിടെ നിന്നാണോ കഴിക്കുന്നത്? എത്ര വയസ്സുണ്ട് അമ്മച്ചിക്ക്? 90 വയസ്സുണ്ട്. അടിപൊളി. നാളത്തെ തിരുവോണ ദിന ചടങ്ങുകളോടെയാണ് തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ ഓണാഘോഷം സമാപിക്കുക. രാവിലെ 7:30 മഹാബലി എഴുന്നേൽപ്പുണ്ടാകും. വൈകിട്ട് നടക്കുന്ന ആറാട്ടെഴുന്നള്ളത്തോടെ ചടങ്ങുകൾ സമാപിക്കും. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അമീൻ, റിപ്പോർട്ടർ തൃക്കാക്കര.